നമസ്കാരം കൂട്ടുകാരെ, നല്ലൊരു അടിപൊളി ഗാർലിക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായി ഉണ്ടമുളകും സവാളയും ചെറിയ ക്യൂബ്സ് ആയി കട്ട് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി പൊടിയായി ചോപ്പ് ചെയ്യണം. പച്ചമുളക് നീളത്തിൽ കീറണം. ചിക്കൻ മറിനേറ്റ് ചെയ്യാനായി ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് തുല്യ അളവിൽ കോൺഫ്ലവറും മൈദയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒരു സ്പൂൺ സോയാ സോസും ലേശം ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് അതിലേക്ക് ചിക്കൻ പുരട്ടി വെക്കണം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ മറിനേറ്റ് ചെയ്ത കോഴി കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് നല്ല സ്വർണ്ണ നിറമാകുന്നവരെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഗാർലിക് ചില്ലി സോസ് ഉണ്ടാക്കാനായി ഒരു പാനിൽ ലേശം എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് വഴറ്റി അതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും ഒരു സ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഈ സോസ് കുറെ അധികം ഉണ്ടാക്കി തണുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ 1-2 ആഴ്ച സൂക്ഷിക്കാൻ പറ്റും. ഗാർലിക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായി ഒരു കടായിയിൽ എണ്ണയൊഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഉണ്ടമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ സവാളയും ഉണ്ടമുളകും വാടി വരുന്ന പരുവത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി ഗാർലിക് സോസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് കറിയുടെ ചാറിന്റെ പരുവമനുസരിച്ച് ചിക്കന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. ഉള്ളിയും മുളകും സോസും സ്റ്റോക്കും നന്നായി യോജിച്ച് കുഴമ്പ് പരുവത്തിലെത്തുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചതച്ച വൈറ്റ് പെപ്പറും അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അവസാനമായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയും സ്പ്രിംഗ് ഓണിയനും ഇട്ട് തട്ടിക്കൂട്ടി വെക്കണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.